ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ദേവി ഭാഗവത മഹാത്മ്യത്തിലെ 5-ാമത്തെ അധ്യായത്തിൽ 21 തൊട്ടുള്ള ശ്ലോകങ്ങളും അർത്ഥങ്ങളും പറയാം. ശ്ലോകം 21. തത്ര സൂക്തം സവിജ്ഞായ ദ്വന്ദ്വകാരി സ്വബാന്ധവം നിശീതേ ദർശയാമാസ മഹാരൗദ്രതരം ബഭൂ. തത്ര സൂക്തം സവിജ്ഞായ ദ്വന്ദ്വകാരി സ്വബാന്ധവം നിശീതേ ദർശയാമാസ മഹാരൗദ്രതരം ബഭൂ. തൻ്റെ ബന്ധുവായ ഗോകർണൻ അവിടെ ഉറങ്ങുന്നതായി അറിഞ്ഞ് ദ്വന്ദ്വകാരിയുടെ പ്രേതം അർദ്ധരാത്രിയിൽ അതിഭയങ്കരമായ സ്വരൂപത്തെ ഗോകർണന് പ്രത്യക്ഷമാക്കി തീർത്തു. ഭൂതപ്രേത പിശാചാദ്യ രാത്രോ ക്രീഡന്തി നിത്യശ. ഭൂതപ്രേത പിശാചാദികൾ നിത്യവും രാത്രിയിൽ ക്രീഡിക്കുമെന്നുള്ള മര്യാദയെ അനുസരിച്ച് ദ്വന്ദ്വകാരിയുടെ പ്രേതവും അവിടെ വന്നു. ശ്ലോകം 22. സകന്മേഷ സകൃന്ദസ്തി സകൃച്ഛ മഹിഷോഭവ സകൃദിന്ദ്ര സകൃച്ഛാഗ്നി പുനശ്ച പുരുഷോഭവ. സകന്മേഷ സകൃദ്ധസ്തി സകൃച്ഛ മഹിഷോഭവ സകൃദിന്ദ്ര സകൃച്ഛാഗ്നി പുനശ്ച പുരുഷോഭവത്. സകൃന്മേഷ സകൃദ്ധസ്തി സകൃച്ഛ മഹിഷോഭവ സകൃദീന്ദ്ര സകൃച്ഛാഗ്നി പുനശ്ച പുരുഷോഭവത്. പ്രേതകീടയെ വിവരിക്കുന്നു. ഒരിക്കൽ ആടിൻ്റെയും മറ്റൊരിക്കൽ ആനയുടെയും പിന്നെയൊരിക്കൽ പോത്തിൻ്റെയും പിന്നെ ഇന്ദ്രൻ്റെയും പിന്നെ അഗ്നിയുടെയും പിന്നെ മനുഷ്യൻ്റെയും ആകൃതികളെ ഗോകർണൻ്റെ മുമ്പിൽ പ്രത്യക്ഷമാക്കി കളിച്ചു. ശ്ലോകം 23. വൈപരീത്യമിതം ദൃഷ്ട്വാ ഗോകർണോ ധൈര്യസംയുതഃ അയം ദുർഗതിക ഗോപി നിശ്ചിത്യാദതമബ്രവീത്. വൈപരീത്യമിതം ദൃഷ്ട്വാ ഗോകർണോ ധൈര്യസംയുതഃ അയം ദുർഗതിക ഗോപി നിശ്ചിത്യാദതമബ്രവീത്. വിപരീതങ്ങളായ രൂപഭേദങ്ങളെ കണ്ടിട്ട് ധൈര്യത്തെ അവലംബിച്ച ഗോകർണൻ സൽഗതി ലഭിക്കാതെ അലയുന്ന ഒരു പ്രേതമാണിതെന്ന് നിശ്ചയിച്ച ശേഷം അതിനോട് പറഞ്ഞു. വൈപരീതങ്ങളായ രൂപഭേദങ്ങളെ കണ്ടിട്ട് ധൈര്യത്തെ അവലംബിച്ച ഗോകർണൻ സൽഗതി ലഭിക്കാതെ അലയുന്ന ഒരു പ്രേതമാണിതെന്ന് നിശ്ചയിച്ച ശേഷം അതിനോട് പറഞ്ഞു. ഗോകർണ ഉവാച കസ്തമോഗ്രതരോ രാത്രോ കുതോ യാദോ ദശാമിമാം കിം വാ പ്രേതപിശാചോ വാ രാക്ഷസോസീതി ശംസന. കസ്തമോഗ്രതരോ രാത്രോ കുതോ യാദോ വദ്ദശാമിമാം കിം വാ പ്രേതപിശാചോ വാ രാക്ഷസോസീതി ശംസന. ന ശംസ, ഞങ്ങളോട് പറഞ്ഞാലും. ഗോകർണൻ പറഞ്ഞു, രാത്രിയിൽ സഞ്ചരിക്കുന്ന അതിഭയങ്കരനായ നീ ആരാണ്? ഈ അവസ്ഥയിൽ അകപ്പെടുവാൻ എന്തു കാരണം? നീ പ്രേതമോ പിശാചോ രാക്ഷസനോ? ഞങ്ങളോട് സത്യം പറയുക. ഭൂതപ്രേതാദികളുടെ സ്വരൂപവിശേഷങ്ങളെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു കാണുന്നു. ഭൂത ക്രിയാവിഹീന സ്യാത് പ്രേതസ്തു മഹദോഹ്യഹാത് പിശാച സൂതികാസ്പർശി രാക്ഷസ ജീവഹിംസഃ. ഭൂതക്രിയാവിഹീനഃ സ്യാത് പ്രേതസ്തു മഹദോഹ്യഘാത് പിശാചഃ സൂതികാസ്പർശി രാക്ഷസോ ജീവഹിംസക. വ്യാപാരമൊന്നും ചെയ്യാതിരിക്കുന്നത് ഭൂതം, മഹത്തായ ദോഷം ചെയ്യുന്നത് പ്രേതം, പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീയെയും ശിശുവിനെയും തൊട്ട് ഉപദ്രവിക്കുന്നത് പിശാചം, ജീവഹിംസ ചെയ്യുന്നത് രാക്ഷസൻ. ശ്രീസൂത ഉവാച. ശ്ലോകം 25. ഏവം പൃഷ്ടസ്തദാതേന രുരോധോ ചേ പുനഃ പുനഃ അശക്തോ വചനോച്ചാരേ സംജ്ഞാമാത്രം ജകാരഃ. ഏവം പൃഷ്ടസ്തദാതേന രുരോധോ ചേ പുനഃ പുനഃ അശക്തോ വചനോച്ചാരേ സംജ്ഞാമാത്രം പ്രചകാരഃ. സൂതൻ പറഞ്ഞു, ഗോകർണനാൽ ഇപ്രകാരം ചോദിക്കപ്പെട്ട ആ പ്രേതം വീണ്ടും വീണ്ടും കരഞ്ഞു. വാക്കുച്ചരിപ്പാൻ കഴിയാത്തതുകൊണ്ടും സ്വപ്നമാത്രം കാണിച്ച് അജ്ഞതാർത്ഥാദോ
യാവാണി സംജ്ഞാമാത്രം തതുച്ഛതി. അർത്ഥം അറിയപ്പെടാതിരിക്കുന്ന വാക്ക് യാതൊന്നോ അതിനെ സംജ്ഞാമാത്രമെന്ന് പറയുന്നു. ശ്ലോകം 26. തതോഞ്ജലോ ജലം കൃത്വാ ഗോവർണാസ്തമുദൈരയത് തൽസേകാംഗതപാപോസോ പ്രവക്തോമുപചക്രമി. തതോഞ്ജലോ ജലം കൃത്വാ ഗോവർണാസ്തമുദൈരയത് തൽസേകാംഗതപാപോസോ പ്രവക്തോമുപചക്രമി. അനന്തരം ഗോകർണൻ ജലം കയ്യിലെടുത്ത് ആ പ്രേതത്തെ പ്രോക്ഷണം ചെയ്തു. ആ ജലസ്പർശനം ഹേതുവായിട്ട് പാപം നശിച്ച ആ പ്രേതം പറവാൻ തുടങ്ങി. ശ്ലോകം 27. അഹം ഭ്രാതാതുദീയോസ്മി തുന്തുകാരീതി നാമത സ്വകീയേനൈവ ദോഷേണ ബ്രഹ്മത്വം നാശിതം മയ. അഹം ഭ്രാതാതുദീയോസ്മി തുന്തുകാരീതി നാമത സ്വകീയനൈവ ദോഷേണ ബ്രഹ്മത്വം നാശിതം മയ. പ്രേതം പറഞ്ഞു, ഞാൻ നിന്റെ സഹോദരനായ ദുന്തുകാരിയാവുന്നു. എൻ്റെ സ്വന്തം ദോഷത്താൽ തന്നെ ബ്രാഹ്മണ്യം നശിപ്പിക്കപ്പെട്ടു. ഒരുവൻ മനുഷ്യശ്രീയിൽ നിന്ന് ജനിച്ചവൻ, മറ്റൊരുവൻ ഗോവിൽ നിന്ന് ജനിച്ചവൻ. ഇവർക്ക് തമ്മിൽ എങ്ങനെ സാഹോദര്യം എന്ന് ശങ്കിക്കണ്ട. ആ ബന്ധുര്യോ ഹിതേയുക്ത സ പിതാ യശ്ച പോഷക തന്മിത്രം എത്ര വിശ്വാസ സ്വദേശോ എത്ര ജീവ്യതേ. ഏതൊരുവൻ ഹിതകാരിയോ അവൻ ബന്ധു, ഏതൊരുവൻ വളർത്തുന്നുവോ അവൻ പിതാവ്, ആരിൽ വിശ്വാസമിരിക്കുന്നുവോ അവൻ മിത്രം, ഏതു ദിക്കിൽ ജീവിക്കുന്നുവോ അതുതന്നെ ദേശം എന്ന പ്രമാണപ്രകാരം ഗോകർണൻ ബന്ധുകാരിയുടെ ഹിതചിന്തനാകയാൽ സാഹോദര്യമിരിക്കുന്നു. ശ്ലോകം 28. കർമ്മണോ നാസി സംഖ്യാമി മഹാജ്ഞാനേ വിവർത്തിന ലോകാനാം ഹിംസകസോഹം ശ്രീവേദുഃഖേന മാരിത. കർമ്മണോ നാസി സംഖ്യാമി മഹാജ്ഞാനേ വിവർത്തിന ലോകാനാം ഹിംസകസോഹം ശ്രീവേദുഃഖേന മാരിത. മഹത്തായ അജ്ഞാനത്തിൽ ജീവകാലം കഴിച്ചുകൊണ്ടിരുന്ന ഞാൻ ചെയ്ത ദുഷ്കർമ്മങ്ങൾക്ക് സംഖ്യയല്ല. ലോകങ്ങളെ സംഖ്യയില്ല. ലോകങ്ങളെ ഹിംസിക്കുന്നവനായിരുന്ന എന്നെ വേശ്യാസ്ത്രീകൾ എത്രയും ക്ലേശിപ്പിച്ച് വധിച്ചു. ശ്ലോകം 29. അദപ്രേതത്വമാവന്നോ ദുർദശാനവഹാമ്യഹം ബാധാകാരേണ ജീവാമി ദൈവാധീന ബലോദയാ. അദപ്രേതത്വമാവന്നോ ദുർദർശാം ജവഹാമ്യഹം ബാധാകാരേണ ജീവാമി ദൈവാധീന ബലോദയാത്. അതുകൊണ്ട് പ്രേതഭാവത്തെ പ്രാപിച്ച ഞാൻ ഈ കഷ്ടാവസ്ഥയെ അനുഭവിക്കുന്നു. എനിക്ക് ഭക്ഷണം കാറ്റാകുന്നു. ജന്മാന്തരകർമ്മത്തെ അനുസരിച്ചുള്ള ഫലം ലഭിക്കാതിരിക്കുകയില്ലല്ലോ. ശ്ലോകം 30. അഹോ ബന്ധോ കൃപാസിന്ധോ ഭ്രാതർമാശുമോചയ ഗോകർണോപചനം ശ്രുത്വാ തസ്മൈ വാക്യമതാബ്രവീത്. അഹോ ബന്ധോ കൃപാസിന്ധോ ഭ്രാതർമാശുമോചയ ഗോകർണോപചനം ശ്രുത്വാ തസ്മൈ വാക്യമതാബ്രവീത്. ഹേ ബന്ധോ, ഹേ കരുണാസിന്ധു, ഹേ ഭ്രാതാവേ, നീ എന്നെ പ്രേതഭാവത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ ഒട്ടും വൈകിക്കരുതെന്ന് വാക്യം കേട്ട ഗോകർണൻ പ്രേതത്തോട് പിന്നെ പറഞ്ഞു. ഓം നമോ ഭഗവതേ വാസുദേവായ.